എന്താണ് സബബ്? ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതായത് അവരോട് ഇസ്തിഗാഥ നടത്താൻ, അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ? ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ സബബ് ഒന്ന് വിശദീകരിക്കുക. അതിന്റെ മറുപടി ഞാനാ പറയണത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാണ്. എന്റെ ചെറുപ്പകാലത്തിന് വളരെ പരിചയമുള്ള സഖാഫി. ആ ചോദ്യം, വഫാത്തായ മഹാത്മാക്കൾ അവരോട് ജീവിച്ച മഹാത്മാക്കളെ പറ്റിയാണ് ചോദ്യം. അതെ അതെ വഫാത്തായ മഹാത്മാക്കളെ സംബന്ധിച്ചാണ്. അതെ, മനസ്സിലായല്ലോ? ചോദിക്കുന്നത് വഫാത്തായ മഹാത്മാക്കൾ. ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതിന് മറുപടി നിങ്ങൾ പറയും. അമ്പിയാക്കൾ. മഹാത്മാക്കൾ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നാം അമ്പിയാക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ. അത് മാത്രമൊന്നുമല്ല. അല്ല ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. മഹാത്മാവാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ ഔലിയാക്കൾ അമ്പിയാക്കൾ. ഞാനും മഹാത്മാവാണ്. അല്ലെ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ മഹാത്മാവാണല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഞാനും പറയണേ ഞാൻ മഹാത്മാവാണ്. വഫ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നത് കുറച്ച് ഞാൻ മരിക്കും. അതിന് ശേഷം പറ്റുമല്ലോ അപ്പൊ പറയാം. നിങ്ങളെ പറയട്ടെ പറയട്ടെ നിങ്ങളെ വഫാത്തായതിന്റെ ശേഷം ആരെങ്കിലും മഹാത്മാവാണെങ്കിൽ ഓക്കെ, നിങ്ങളെ ശിഷ്യൻ ഞാൻ മഹാത്മാവാണോ അല്ലയെന്നാ ചോദിക്കണത്. അള്ളാഹുവിനറിയാം. അപ്പൊ ഞാൻ മഹാത്മാവാണ്. നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. മഹാത്മാവാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം എന്നോട് ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ ചോദിക്കണത്? മഹാത്മാവാണെങ്കിൽ എന്നല്ലേ ഞാൻ മഹാത്മാവാണ്. മരിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. ഇവിടെ സമയം കളയണ്ട. ഞാൻ അലവി സഖാഫിനോട് അലവി സഖാഫിനോട് ഞാൻ അലവി സഖാഫിനോട് ഞാൻ പറയട്ടെ വിനീതമായിട്ട് പറയട്ടെ. ഞാൻ അലവി സഖാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത്. നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല. നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല. ഞാൻ അലവി സഖാഫിയുടെ മുഖാണ് നോട്ടീസിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമേ ഉള്ളൂ. എങ്ങനെ അലവി സഖാഫ് അപ്പൊ കണ്ടോ, ഇതാണ് മുഖാമുഖം. അപ്പൊ എന്താ ചോദ്യം? മരിച്ചുപോയവർ സഹായിക്കുമെന്ന് പറയാൻ എന്തു സബബാണുള്ളത് എന്നാ? ഏത് സബബ? ഏത് ആയത്തിലാ അല്ലാഹു പഠിപ്പിച്ചത്? ഏത് ഹദീസിലാ ഉള്ളത്? മരിച്ചുപോയവരും സബബാണ് എന്ന് വല്ല രേഖയുമുണ്ടോ? മറുപടി നമ്മൾ കേട്ടല്ലോ. ഞാൻ മഹാത്മാവ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന മൂപ്പര് മഹാത്മാവായിക്കോട്ടെ, മൂപ്പർക്ക് അങ്ങനെ ഒരു ബോധം തരാം. പക്ഷെ എന്താല്ല ആ നോട്ടീസിൽ എവിടെ മൂപ്പരെ പേര് കൊടുത്തില്ല. ഈ മഹാത്മാക്കൾ വേണ്ടെന്നുകൊണ്ട് പേര് ഒഴിവാക്കിയതാണോ നമുക്കറിയില്ല. നൗഷാദ് പിറ്റേന്നും ഇവിടെ ചെമ്മാനത്തെ പ്രോഗ്രാമിൽ പറഞ്ഞു, കാര്യം ഇയാൾ പറഞ്ഞത് ഞാൻ മരിച്ചാൽ എന്നോട് ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ലാന്ന്. അതിന് നൗഷാദ് പറഞ്ഞു ആ മരിച്ച ചെന്നാമതി ചോദ്യം അവിടെ നിന്നുണ്ടാവുന്ന. ആയിക്കോട്ടെ. അപ്പം ഏതായിരുന്നാലും ഇതാണ്